Yes, good morning, children. Today let's start our grammar class with lesson 9, gender of nouns. Now listen all of you, page number 35. Let's look at some common nouns that we use in our daily life. നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന കുറച്ച് പൊതുവായ നൗൺസുകളാണ് ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. നോക്കാം നമുക്ക് ഏതെല്ലാമാണെന്ന്. ബോയ്, വുമൺ, സ്റ്റുഡൻറ്റ്, നീസ്, അങ്കിൾ, ചൈൽഡ്, കിങ്, ലയൺ, കൗ, ബേബി, ഹെൻ, ഫ്രണ്ട്. റീഡ് ദ നൗൺസ് വൺസ് അഗെയിൻ. ഡു യു ഫൈൻഡ് എനിത്തിങ് കോമൺ ഓർ എനിത്തിങ് ഡിഫറെൻറ്റ് ബിറ്റ്വീൻ ദം? നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഒന്നുകൂടെ വായിച്ച് നോക്കി എന്തെങ്കിലും മനസ്സിലായി വായിച്ചിട്ട്? ഇന്ന് പൊതുവായ എന്തെങ്കിലും കാര്യങ്ങളോ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ആയിട്ട് വ്യത്യസ്തമായ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ നിന്നും മനസ്സിലായോ? വി ഫൈൻഡ് ദാറ്റ് സം ഓഫ് ദ നൗൺസ് ക്യാൻ ബി യൂസ്ഡ് ഓൺലി വൈൽ റെഫറിങ് ടു മെയിൽസ്. ബോയ്, അങ്കിൾ, കിങ് ആൻഡ് ലയൺ. സച്ച് നൗൺസ് ആർ സെഡ് ടു ബി ഇൻ ദ മാസ്കുലിൻ ജെൻഡർ. അതെ, വായിച്ച് നോക്കിയും കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി. ആണുങ്ങളെക്കുറിച്ച്, പുരുഷവർഗത്തിൽപ്പെട്ടവരെക്കുറിച്ച് പറയുമ്പോൾ മാത്രം ഉപയോഗിക്കുന്ന ചില വാക്കുകൾ. ബോയ്, അങ്കിൾ, കിങ് ആൻഡ് ലയൺ. ദെൻ ഇങ്ങനെയുള്ളതിന് നമ്മൾ എന്ത് പറയുന്നു? പുരുഷവർഗത്തിൽപ്പെട്ടവരെക്കുറിച്ച് മാത്രം പറയുമ്പോൾ ഉപയോഗിക്കുന്ന നൗണുകൾക്ക് നമ്മൾ മാസ്കുലിൻ ജെൻഡർ എന്ന് പറയുന്നു. സം നൗൺസ് ക്യാൻ ബി യൂസ്ഡ് ഓൺലി വൈൽ റെഫറിങ് ടു ഫീമെയിൽസ്. സ്ത്രീ വർഗത്തിൽപ്പെട്ടവരെക്കുറിച്ച് പറയുമ്പോൾ മാത്രം പ്രതിപാദിക്കുന്ന ചില നൗണുകളുണ്ട്. അതേതെല്ലാമാണ്? ബോക്സിൻ്റെ നോക്കിയേ. വുമൺ, നീസ്, കൗ ആൻഡ് ഹെൻ. സച്ച് നൗൺസ് ആർ സെഡ് ടു ബി ഇൻ ദ ഫെമിനിൻ ജെൻഡർ. സ്ത്രീ വർഗത്തിൽപ്പെട്ടവരെക്കുറിച്ച് പറയുമ്പോൾ മാത്രം ഉപയോഗിക്കുന്ന ചില നൗണുകളുണ്ട്. അതിന് നമ്മൾ എന്ത് പറയുന്നത്? ഫെമിനിൻ ജെൻഡർ എന്ന് പറയുന്നത്. ദെയർ ആർ സം നൗൺസ് വിച്ച് ഡു നോട്ട് റെഫർ ടു ഓൺലി മെയിൽസ് ഓർ ഓൺലി ഫീമെയിൽസ്. ചില നൗണുകൾ മെയിൽസിനെ കുറിച്ച് മാത്രമല്ല, മെയിൽസിനെ ഫീമെയിലിനെ കുറിച്ച് മാത്രമല്ല, പൊതുവായി പറയുന്നു. There are some nouns which do not refer to only males or only females, but could refer to either a male nor a female. Either a male or a female. Student, child, friend and baby. Such nouns are said to be of the common gender. കോമൺ ജെൻഡർ എന്ന് പറയുന്ന ആൺവർഗത്തിൽപ്പെട്ടവരെ പെൺവർഗത്തിൽപ്പെട്ടവരെയും പൊതുവായി നമ്മൾ പൊതുവായി കുറിക്കുന്ന നാമങ്ങൾ. അതാണ് കോമൺ നൗണ്. എക്സാമ്പിള്: student, child, friend and baby. Such nouns are to be of the common gender. Nouns that refer to things that are neither male nor female are said to be of the neuter gender. Neuter gender എന്ന് പറഞ്ഞാൽ ആൺവർഗത്തിൽപ്പെട്ടതുമല്ല പെൺവർഗത്തിൽപ്പെട്ടതുമല്ല, അത് ന്യൂട്രൽ ജെൻഡറിൽപ്പെട്ടത്. സം എക്സാമ്പിൾസ് ആർ ഗിവൺ: പെൻസിൽ, കീസ്, ട്രീ, ബുക്ക് ആൻഡ് ടേബിൾ. അത് ജീവനില്ലാത്തവയെക്കുറിച്ച് പറയുന്നതാണ് ന്യൂട്രൽ ജെൻഡർ. അത് ആൺവർഗത്തിലും പെടുന്നില്ല പെൺവർഗത്തിലും പെടുന്നില്ല. ഓക്കെ, അങ്ങനെയുള്ളതാണ് ന്യൂട്രൽ ജെൻഡർ എന്ന് പറയുന്നത്. പ്ലീസ് നോട്ട് ദാറ്റ് കളക്റ്റീവ് നൗൺസ് ഈവൻ വെൻ ദേ ഡിനോട്ട് ലിവിങ് തിങ്സ് ആർ കൺസിഡേർഡ് ടു ബി ഓഫ് ന്യൂട്രൽ ജെൻഡർ. മക്കളെ, പ്ലീസ് നോട്ട് ദാറ്റ് കളക്റ്റീവ് നൗൺസ് ഈവൻ വെൻ ദേ ഡിനോട്ട് ലിവിങ് തിങ്സ് ആർ കൺസിഡേർഡ് ടു ബി ഓഫ് ന്യൂട്രൽ ജെൻഡർ. മക്കളെ, കൂട്ടായ നാമങ്ങൾ ജീവജാലങ്ങളെ സൂചിപ്പിക്കുമ്പോഴും നിഷ്പക്ഷ ലിംഗഭേദം കണക്കാക്കുന്നു. ന്യൂട്രൽ ജെൻഡർ ഉപയോഗിക്കുന്നു. കൂട്ടായ നാമങ്ങൾ ജീവജാലങ്ങളെ സൂചിപ്പിക്കുമ്പോൾ നമ്മൾ ന്യൂട്രൽ ജെൻഡർ ഉപയോഗിക്കുന്നു. ഓക്കെ, ദെൻ ലെറ്റ്സ് ലുക്ക് അറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസ്. ഇൻ ഈച്ച് സെൻറ്റൻസ് the noun in the masculine gender has been given in color and the corresponding noun in the feminine gender has been underlined. ഓക്കെ, താഴെ കുറച്ച് സെൻറ്റൻസ് ഉണ്ട്. മാസ്കുലിൻ ജെൻഡറിൽപ്പെട്ട വാക്കുകളെല്ലാം റെഡെങ്കിൽ എഴുതിയിരിക്കുന്നു. അല്ലാത്തത് ഫെമിനിൻ ജെൻഡറിൽപ്പെട്ടതെല്ലാം എന്ത് ചെയ്യുന്നു? അണ്ടർലൈൻ ചെയ്തിരിക്കുന്നു. നോക്കാം. ദ പീകോക്ക് ഡാൻസസ് ടു അട്രാക്ട് ദ പീഹൻ. പീകോക്ക് ഡാൻസസ്, ആൺമയിൽ പെൺമയിലിനെ ആകർഷിക്കാൻ വേണ്ടി ഡാൻസ് കളിക്കുന്നു. പീകോക്ക് മാസ്കുലിൻ ജെൻഡർ, പീഹൻ ഫെമിനിൻ ജെൻഡർ. ദ കിങ് ആൻഡ് ദ ക്യൂൻ റെയിൻഡ് ഫോർ മെനി ഇയേഴ്സ്. രാജാവും റാണി ഒരുപാട് വർഷങ്ങളിവിടെ ഭരിച്ചിരുന്നു. കിങ് മെയിൽ, ക്യൂൻ ഫീമെയിൽ. മാസ്കുലിൻ ജെൻഡർ കിങ്, ക്യൂൻ ഫെമിനിൻ ജെൻഡർ. ബോയ്സ് ആൻഡ് ഗേൾസ്. ബോയ്സ് മാസ്കുലിൻ ജെൻഡർ, ഗേൾസ് ഫെമിനിൻ ജെൻഡർ. ബോയ്സ് ആൻഡ് ഗേൾസ് കം ടു ദ ഡാൻസ് ക്ലാസ് ഇൻ ഈക്വൽ നമ്പർ. ആൺകുട്ടികളും പെൺകുട്ടികളും ഈക്വൽ നമ്പറിലാണ് ഡാൻസ് ക്ലാസ് വന്നിരുന്നത്.
മെമ്പേഴ്സ് 10 ബോയ്സ് ആണെങ്കിൽ 10 ഗേൾസ്, 5 ബോയ്സ് ആണെങ്കിൽ 5 ഗേൾസ്, അങ്ങനെ തുല്യ നമ്പറിലാണ് ഡാൻസ് ക്ലാസ് വന്നിരുന്നത്, ഈക്വൽ നമ്പറിലാണ് വന്നിരുന്നത്. ഐ ലവ് റീഡിങ് ബുക്സ് ഔട്ട് വിസാർഡ്സ് ആൻഡ് വിച്ചസ്. എനിക്ക് ജാലവിദ്യക്കാരൻ്റെയും മന്ത്രവാദിനിയുടെ ഒക്കെ കഥകൾ വായിക്കാൻ നല്ല ഇഷ്ടമാണ്. വിസാർഡ്സ് ജാലവിദ്യക്കാരൻ, മാസ്കുലിൻ ജെൻഡർ. വിച്ചസ് മന്ത്രവാദിനി. മന്ത്രവാദിനി മീൻസ് ഫെമിനിൻ ജെൻഡർ. വിസാർഡ്സ് മാസ്കുലിൻ ജെൻഡർ. മൈ അങ്കിൾ ആൻഡ് ഓണ്ട്. അങ്കിൾ മാസ്കുലിൻ ജെൻഡർ, ഓണ്ട് ഫെമിനിൻ ജെൻഡർ. അപ്പം മാസ്കുലിൻ ജെൻഡറിൽ പെട്ടതെല്ലാം കളറിൽ എഴുതിയിരിക്കുന്നു, ഫെമിനിൻ ജെൻഡറിൽ പെട്ടതെല്ലാം അണ്ടർലൈൻ ചെയ്തിരിക്കുന്നു. മൈ അങ്കിൾ ആൻഡ് ഓണ്ട് ഹാവ് 1 bull, bull masculine gender, and 3 cows on their farm. ഓക്കെ, മൈ അങ്കിൾ ആൻഡ് ഓണ്ട് ഹാവ് 1 bull. എൻ്റെ അങ്കിളിനും ആൻറ്റിക്കും ഒരു കാളയും ഒരു കാള, ബുൾ കാള, ആൻഡ് 3 cows on their farm. ഒരു കാളയും 3 പശുക്കളും അവരുടെ ഫാമിലുണ്ടെന്ന്. 3 പശുക്കളും ഒരു കാളയും ഉണ്ട് അവരുടെ എൻ്റെ അങ്കിളിനും ആൻറ്റിക്കും അവരുടെ ഫാമിൽ ഒരു കാളയും 3 പശുക്കളും ഉണ്ട്. 1 bull, bull masculine gender, cows feminine gender. Did you understand മക്കളെ? Now you studied masculine gender. പുരുഷവർഗത്തിൽപ്പെട്ട എല്ലാം മാസ്കുലിൻ ജെൻഡർ ഉപയോഗിക്കുന്നു. ഫെമിനിൻ ജെൻഡർ സ്ത്രീവർഗത്തിൽപ്പെട്ടതിന് ഫെമിനിൻ ജെൻഡർ. പുരുഷവർഗത്തിൽപ്പെട്ടത് ഏത് ജെൻഡർ നമ്മൾ ഉപയോഗിക്കുന്നത്? മാസ്കുലിൻ ജെൻഡർ. സ്ത്രീവർഗത്തിൽപ്പെട്ടത് ഫെമിനിൻ ജെൻഡർ. പൊതുവായിട്ടുള്ള കോമൺ ജെൻഡർ. ദെൻ ജീവനില്ലാത്തത് നമ്മൾ ന്യൂട്രൽ ജെൻഡർ ഉപയോഗിക്കുന്നു. പിന്നെ കളക്റ്റീവ് നൗണിൽ കൂട്ടായ നാമങ്ങൾ ജീവജാലങ്ങൾ സൂചിപ്പിക്കുമ്പോൾ നമ്മൾ ന്യൂട്രൽ ജെൻഡർ ഉപയോഗിക്കുന്നത്. നിഷ്പക്ഷ ലിംഗഭേദം നമ്മൾ ന്യൂട്രൽ ജെൻഡർ ഉപയോഗിക്കുന്നു. മനസ്സിലായല്ലോ? Please note that collective nouns, even when they denote living things, are considered to be of neutral gender. Even when they denote living things are considered to be of neutral gender. അപ്പോൾ കൂട്ടായ നാമങ്ങളിൽ ജീവജാലങ്ങളെ സൂചിപ്പിക്കുമ്പോൾ നിഷ്പക്ഷ ലിംഗഭേദം, ദാറ്റ് മീൻസ് ന്യൂട്രൽ ജെൻഡർ നമ്മൾ ഉപയോഗിക്കുന്നു. Okay, now children, read the text well. Nicely read and understand what is masculine gender, what is feminine gender, common gender, neutral gender. Okay, and also you learn the examples also. Okay, you learn the examples also very well. Okay children, read the text well. Okay, with example you learn. With examples you learn the text. Okay, you must read and understand everything. Thank you children. Have a good day.